ഹലോ ദേവകി അമ്മ, വെൽക്കം ടു VMC മലയാളം അമ്മ. അമ്മ ധ്യാനം ചെയ്യാൻ തുടങ്ങിയിട്ട് എത്ര നാളായി? ഡിസംബർ 14. അപ്പൊ ഒരു 5-6 മാസമായി അല്ലേ? ഓക്കെ. അപ്പൊ അമ്മക്ക് എന്താ എന്നിട്ട് ധ്യാനത്തിലൂടെ ലഭിച്ചത്? എനിക്ക് എല്ലാ കാര്യവും അറിഞ്ഞു ഞാൻ. ഇനി എനിക്ക് അറിയാനൊന്നുമില്ല. ഭഗവാൻ എന്താന്ന് എനിക്ക് പറയാൻ അറിയില്ല. അയ്യോ, അത്രയും അനുഭവങ്ങളാണ് എനിക്ക് വന്നത്. അതെ, എന്തൊക്കെ അനുഭവങ്ങളാണ് ഉണ്ടായ? ഭഗവാനെ കണ്ടു അമ്മ? ഭഗവാനെ കണ്ടു, അത് കണ്ടുകൊണ്ടിരിക്കലാണ്. അത് പിന്നെ ഞാൻ ഈ ശ്വാസം ശ്രദ്ധിച്ചിറങ്ങിയപ്പോ ഭഗവാനെ അങ്ങനെ കാണാനില്ല. ശ്വാസം ശ്രദ്ധിച്ചു തുടങ്ങിയപ്പോ ഭഗവാനെ കാണാനില്ല. പിന്നെന്താ കാണുന്നേ? പിന്നെ എനിക്ക് വരുന്ന അത്ഭുതമായിട്ടുള്ള ഓരോ കാര്യങ്ങൾ, എനിക്ക് അത്രേ പറയാറുള്ളൂ. അത്ഭുതമായിട്ടുള്ള കാര്യങ്ങളാണ് പിന്നെ ശ്വാസത്തിൽ ശ്രദ്ധിച്ചപ്പോ വരാൻ തുടങ്ങിയത്. ഓക്കെ. അമ്മയ്ക്ക് തലയില് ഒരു അലർജി ഉണ്ടായിരുന്നില്ലേ? അത് എത്ര കാലായിട്ടുണ്ട്? അത് അന്ന് മുതലേ തുടങ്ങിയതാണ്. എത്ര കൊല്ലങ്ങളായിട്ട്? അയ്യോ, അത് കൊറേ കൊല്ലായി അല്ലേ? ഒരുപാട് കൊല്ലായി. ഇപ്പൊ അമ്മയ്ക്ക് എത്ര വയസ്സായി? ഇപ്പൊ 86 വയസ്സ്. ഇപ്പോ ഈ മെഡിറ്റേഷൻ ചെയ്യാൻ തുടങ്ങിയപ്പോഴാണോ അമ്മയ്ക്ക് തലയിലെ ആ ഒരു അലർജി മാറിയത്? അതെ, മാറിയിട്ടില്ല. ഇപ്പോഴും ഭഗവാൻ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. എന്താ ചെയ്തുകൊണ്ടിരിക്കണേ? ആ അലർജിയെ എന്താ ചെയ്തോണ്ടിരിക്കണേ? അലർജി തലേന്ന് ഇറങ്ങിയ അതിങ്ങനെ മുഖത്തിൽ കൂടെ വരിക, അത് ഇറങ്ങി പോവും. അതായത് ക്ലെൻസ് ചെയ്തോണ്ടിരിക്കുന്നുണ്ട്, ശുദ്ധീകരിച്ചോണ്ടിരിക്കണ. ഇത്രയും വർഷമായിട്ട്. അപ്പൊ ഒരു എത്ര വർഷമായിട്ടുണ്ടാവും അമ്മ ഈ അലർജി വന്നിട്ട്? അത് കുറച്ച് കൊല്ലായിട്ടോ. 19 അതുണ്ടാവും. 19 കൊല്ലായിട്ടുള്ള അലർജി. അത് കംപ്ലീറ്റ് ആയിട്ട് ഭഗവാനാണോ അത് ഇല്ലാതെ ആക്കിയിരിക്കണേ? അതെ, ധ്യാനത്തില് അമ്മ അറിഞ്ഞതാണോ ഭഗവാനാണ് അത് ശുദ്ധീകരിക്കണെന്ന്? അതെ, എനിക്കറിയാം. അതെ, ആ അമ്മ പറഞ്ഞില്ലേ എനിക്ക് ഭഗവാൻ എന്നെ സ്പർശിക്കുന്നത് എനിക്ക് അറിയുന്നുണ്ടെന്ന്? അല്ലേ? അപ്പൊ അതെങ്ങനെയാ അമ്മ ആ സ്പർശനം? അത് നമ്മുടെ ഓരോ ഞരമ്പുമ്പിലും ഭഗവാൻ ഇങ്ങനെ ആ വേദന വരുമ്പോ എനിക്ക് അങ്ങനെ ഞാൻ ഇങ്ങനെയൊക്കെ ആക്കും. ആ സമയത്ത് ഭഗവാൻ തടുക്കും, ഒരു തടവ് വരും. അങ്ങനെ എനിക്ക് ആദ്യം ഞാൻ എന്താ വിചാരിച്ചു. പിന്നെ എനിക്ക് മനസ്സിലായി ഭഗവാനാണത് എല്ലാം ചെയ്യണത്. അത് ശരി. എല്ലാം ഭഗവാനേ ഉള്ളൂ. ദേഹം മുഴുവൻ ഭഗവാനാണ്. ഓക്കെ. അപ്പോ ഇത്രയും കാലം അമ്മ മരുന്നൊക്കെ ചികിത്സിച്ചിരുന്നോ ഈ അലർജിക്ക്? ഇല്ല, കൊറേ നോക്കി ഡോക്ടറെ അടുത്ത് പോയി നോക്കി, അതുകൊണ്ടൊന്നും ഒരു കാര്യമുണ്ടായി. അപ്പൊ ഈ മെഡിറ്റേഷനിലേക്ക് വന്നതിന് ശേഷമാണ് അതിനൊരു മാറ്റം ഉണ്ടായത്? അതെ അതെ അതെ. ഓക്കെ. അപ്പൊ ആ ഒരു എന്താ പറയാ റിലീഫ് അമ്മയ്ക്ക് എന്ത് തോന്നണോ? മെഡിറ്റേഷൻ അത്രയും ശക്തി നിറഞ്ഞതാണെന്ന് മനസ്സിലായോ? എനിക്ക് ഇതിലധികം ശക്തി ഇല്ലെന്ന് വേറെ. ഈശ്വര. ഓക്കെ. അമ്മയ്ക്ക് ആരാ ഈ ധ്യാനം പഠിപ്പിച്ചെന്നേ? ധ്യാനം സീമയുടെ ഈ മൊബൈലിൽ കണ്ട് മനസ്സിലാക്കി. എനിക്ക് ഈ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ ഈ ഭഗവാൻ എന്ന് പറഞ്ഞ ആ ഒരു എങ്ങനെ സങ്കല്പിക്കണം നിശ്ചയം എനിക്ക്. ഭഗവാനെ അതും കൂടി ഒന്ന് പറഞ്ഞു തരുമെന്ന് ഞാൻ പറയാറുണ്ട്. അങ്ങനെയാണ് എനിക്കിത് എന്റെ മുമ്പിലെത്തിയത്. അതെ, ഇത് മുമ്പിൽ എത്തിച്ചു തന്നത് ആരാ? അമ്മേനെ. അമ്മയുടെ അടുക്ക് ഈ ധ്യാനം, ഈ VMCയിൽ ഇങ്ങനെ ഒരു ധ്യാനം ഉണ്ട് അമ്മേ, അത് ചെയ്തു നോക്കൂന്ന് അമ്മയോട് ആരാ പറഞ്ഞേ? ഉഷ. ഇവരാണ് അമ്മേനെ നോക്കുന്നത് അല്ലേ? ഓ, താങ്ക് യു ഉഷമ്മ. ഉഷ മേഡത്തിലൂടെയാണ് ധ്യാനം അറിഞ്ഞത്. അതെ. അപ്പൊ ഉഷമ്മ അത് പറഞ്ഞു കൊടുത്തപ്പോ അമ്മ അത് പെട്ടെന്ന് അത് ഗ്രഹിച്ചുവോ? അമ്മയ്ക്ക് ഇത് പറഞ്ഞു കൊടുത്ത അപ്പൊ തന്നെ അമ്മ ഇരിക്കാൻ തുടങ്ങി. വീട്ടിലിരുന്നത് അത് പിന്നെ അത് ഓരോ ദിവസം എന്നോട് ഇങ്ങനെ പറയും. ഓരോ കാര്യങ്ങൾ, അനുഭവങ്ങളല്ലേ ഇങ്ങനെ പറയും. അപ്പോഴേ ഞാൻ സത്യം പറഞ്ഞാൽ എനിക്ക് എന്ത് പറയണമെന്ന് എനിക്കറിയില്ല. സിമാജിയോട് ഇത് പറയണം എന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ എങ്ങനെ ആ ഒരു ഇതിലായിരുന്നു. ആദ്യമൊക്കെ ഞാൻ വന്നോടനൊക്കെ അമ്മയ്ക്ക് ഭയങ്കര പേടിയായിരുന്നു. ഞാൻ ഇവിടുന്ന് പോവാ, 5 മണിക്ക് ഞാൻ ഇവിടുന്ന് പോകും.
അപ്പൊ ഈ 5 മണി ആവണോടുകൂടെ പിന്നെ വിളിക്കൂ സാഹചര്യത്തിൽ പിന്നെ അങ്ങനെ വിളിക്കൂ എന്ന് പറഞ്ഞിട്ട് എല്ലാവരെയും വിളിക്കാൻ പറയും, അപ്പുറത്തുള്ളവരൊക്കെ വിളിക്കാൻ പറയും. അങ്ങനെ വിളിച്ച് ഞാൻ ഇവിടെ നിർത്തിയിട്ടാണ് ഞാൻ പോവാറ്. ഇപ്പൊ ഇത് അറിഞ്ഞതിന് ശേഷം അമ്മയ്ക്ക് ഒരു കുഴപ്പമില്ല. അപ്പൊ ഞാൻ പോയിട്ട് വേണം ധ്യാനത്തിന് ഇരിക്കാനെന്ന് പറഞ്ഞിട്ടാണ് അങ്ങനെ. അത് ശരി, ഉഷാമ്മയുടെ ഒന്ന് പോയി കിട്ടിയാ മതി എനിക്ക് ധ്യാനത്തിലിരിക്കാന്നാണോ അമ്മയുടെ? അപ്പൊ ധ്യാനത്തിൽ അത്രയും സുഖമുണ്ടോ അമ്മേ? ധ്യാനത്തിലൂടെയാണ് അമ്മ ഈ 86-ാം വയസ്സിലാണ് ഇത്രയും സൗഖ്യം അല്ലെങ്കിൽ ഇത്രയും ഒരു തിരിച്ചറിവും ഒക്കെ അമ്മയ്ക്ക് ഉണ്ടായത്. ഭഗവാൻ അനുഭവത്തിൽ വന്നു ഇല്ലേ? കണ്ടു, സ്പർശിച്ചു, ദർശിച്ചു. സൗഭാഗ്യം അമ്മ, എല്ലാവർക്കും കിട്ടില്ല ഈ സൗഭാഗ്യം. ഒരുപാട് ഒരുപാട് അമ്മ സുഹൃതം ചെയ്തിട്ടുണ്ട് ഇല്ലേ? കഴിഞ്ഞ ജന്മം എന്തൊക്കെയാ ചെയ്തെന്ന് എനിക്കറിയില്ലല്ലോ. അത് നിശ്ചണ്ട കുറച്ചും കൂടി മുമ്പേ ആണെങ്കിൽ എനിക്ക് ഇതിലധികം ഒരു ഭഗവാനോട് എനിക്ക് ഇപ്പോഴെങ്കിലും മനസ്സിലാക്കി തന്നോട് ഭഗവാനെ ഞാൻ എപ്പോഴും പറയും. അയ്യാ, ഭഗവാൻ തന്നെയാണ് ഉഷാ മേഡത്തെ ഇങ്ങോട്ട് പറഞ്ഞയച്ചത്. താങ്ക് യു ഉഷമ്മ. 2 വർഷമായിട്ട് ഞാൻ ഭഗവത്ഗീത ഇതൊക്കെ അന്നൊക്കെ അതേ അറിയുള്ളൂ. അപ്പൊ ഞാൻ അതിങ്ങനെ വെച്ചു കൊടുക്കും. അത് വെച്ചു കൊടുക്കുമ്പോ അമ്മ അതിങ്ങനെ കേൾക്കുമ്പോ പിന്നെ അന്നൊക്കെ അമ്മ പറഞ്ഞിരുന്നു, പിന്നെ എങ്ങനെയാ എന്റെ ധ്യാനത്തിന് ഇരിക്കാൻ പറ്റില്ലല്ലോ, എനിക്കൊന്നും ഇരിക്കാൻ പറ്റില്ല, ഉഷയ്ക്കൊക്കെ പറ്റൂലോ എന്നൊക്കെ പറയുന്നു. അപ്പൊ പറയും, പിന്നെ ഞാൻ പറയാ അല്ല ഇരിക്കാൻ പറ്റും എന്ന് പറയുന്നുണ്ട്. അപ്പോഴാണ് ഈ VMC മലയാളം എന്നുള്ള ചാനൽ കിട്ടിയത്. അത് കിട്ടിയതിന് ശേഷം അത് വെച്ചു കൊടുത്തപ്പോ ആ കേട്ട ഉടനെ തന്നെ അമ്മ അത് ശ്രദ്ധിച്ച് കേൾക്കാൻ തുടങ്ങി. ശ്രദ്ധിച്ചത് കേട്ടിട്ട് അമ്മ ഇരിക്കാൻ തുടങ്ങി. അത് ആദ്യം ഞാൻ പറഞ്ഞു അമ്മയ്ക്ക് പറ്റണ പോലെ ഇരുന്നാ മതി, ഒരു 10 മിനിറ്റ് ആണെങ്കിൽ 10 മിനിറ്റ്. അമ്മയ്ക്ക് പകല് പറ്റും, അപ്പൊ അങ്ങനെ ഇരുന്നോളൂ. ഇനി രാത്രി അമ്മയ്ക്ക് വയ്യെങ്കിൽ വേണ്ട, പകല് ഇരുന്നോളൂ എന്ന് പറയും. അപ്പൊ അമ്മ പകല് ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് അപ്പൊ തന്നെ ഇരിക്കാൻ തുടങ്ങി. ഇരുന്നതും അമ്മ ഒരു അരമണിക്കൂർ, ആദ്യമൊക്കെ അരമണിക്കൂർ, പിന്നെ 1 മണിക്കൂറാക്കി, 2 മണിക്കൂറായി, ഇപ്പൊ അമ്മ 3 മണിക്കൂറായി. 3 മണിക്കൂറൊക്കെ അമ്മ ഇരിക്കും. അമ്മക്ക് 3 മണിക്കൂറൊക്കെ ഇരിക്കാൻ പറ്റുണ്ടോ ഈസി ആയിട്ട്? അല്ലേ? അപ്പൊ ആ 3 മണിക്കൂർ എന്ത് തോന്നുന്നു അമ്മയ്ക്ക്? അതിനെ കുറിച്ച് പറയാൻ പറ്റുമോ? എനിക്ക് വിദ്യാഭ്യാസം ഒട്ടുമില്ല കേട്ടോ. പക്ഷെ ആത്മവിദ്യ അമ്മ ഇപ്പൊ അഭ്യസിച്ചോണ്ടിരിക്കണേ, ശരിയായ വിദ്യ അല്ലേ? ഇതുമ്പോഴാണ് ഞാൻ ഇപ്പൊ എല്ലാം ഭഗവാനോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാൻ എന്തൊക്കെ ചെയ്തിട്ടുണ്ടാവും എനിക്കറിയില്ല. അതൊക്കെ എന്നെ രക്ഷിക്കണേന്നാ, മാപ്പ് തരണേ ഭഗവാന്. അപ്പൊ ഭഗവാൻ എന്ത് പറഞ്ഞു? ഭഗവാൻ സാക്ഷിയായിട്ട് ഇരിക്കുന്നുണ്ട് എന്ന് എനിക്ക് തോന്നി. ചെയ്യേണ്ടത് ചെയ്താ കിട്ടേണ്ടത് കിട്ടും. അമ്മ ധ്യാനം ചെയ്താ അമ്മയുടെ അന്തരംഗത്തിൽ ആത്മാവിൽ അഭിഷേകം നടക്കും. അപ്പൊ നാഡീമണ്ഡലം ശുദ്ധിയാവും. അയ്യോ ഭഗവാനെ, ഒന്നും പറയാനില്ല. എനിക്ക് ഇതിലധികം ഭഗവാനെ പറ്റി എനിക്ക് ഒന്നും അറിയാൻ ബാക്കിയില്ല. ധ്യാനത്തിലൂടെയാണോ അമ്മ ഇത്രയും ഭഗവാനെ കുറിച്ച് അറിഞ്ഞത്? അതെ, ഇത്ര അറിഞ്ഞത് ഈ ധ്യാനത്തെ കൂടെ. അമ്മ സന്തോഷം. അപ്പൊ അമ്മ പറയൂ എല്ലാവരോടും, വയസ്സായി കഴിഞ്ഞാൽ ഇനി എന്തിനാ എന്റെ ജീവിതം അങ്ങനെയൊക്കെ പറഞ്ഞ് ഒരുപാട് വേദന അനുഭവിക്കുന്ന അമ്മമാരുണ്ട്. അവരോട് പറയൂ, കണ്ണടച്ച് സുഖമായിട്ട് ഒരു കസേരയിൽ ഇരുന്നിട്ട് അങ്ങോട്ട് ശ്വാസത്തെ ശ്രദ്ധിച്ചാ ഭഗവാനെ അറിയാൻ പറ്റും, സമസ്തം അറിയാൻ പറ്റും. പറയൂ അമ്മ. എല്ലാ അമ്മമാരെ അല്ലേ, എല്ലാ അമ്മമാരും ശ്വാസത്തിന് ശ്രദ്ധിച്ചിരുന്നാൽ എല്ലാവർക്കും പറ്റും. എല്ലാവർക്കും ധ്യാനം ചെയ്ത് ഇരുന്നാ മതി. സുഖമായിട്ട് കണ്ണടച്ചിട്ട് ഇരിക്കുക. നമ്മുടെ ഉള്ളിലുള്ള ശ്വാസത്തെ അങ്ങനെ അറിഞ്ഞിരിക്കുക, അതിനെ ശ്രദ്ധിച്ച് അങ്ങോട്ട് ഇരുന്നാ മതി. വേണച്ചിട്ടെടുക്കണോ ശ്വാസം? വേണ്ട. വേണച്ചിട്ടെടുക്കണോ ശ്വാസം? സഹജമായിട്ട് നടക്കുന്നതിനല്ലേ ശ്രദ്ധിക്കേണ്ടത്. അതെനിക്ക് ശ്വാസം ഇങ്ങനെ എടുക്കുമ്പോ അതിങ്ങനെ ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നി. അതായത് ശ്വാസത്തെ ശ്രദ്ധിക്കണം എന്ന് അറിയാതെ ശ്വാസത്തെ എടുക്കണോന്ന് തോന്നി അല്ലേ? പിന്നെ മനസ്സിലായോ? എടുക്കേണ്ട ആവശ്യമില്ല, സഹജമായി സംഭവിക്കുന്നതിന്. ഓക്കെ. അപ്പൊ അമ്മയെ പോലെ ഒരുപാട് അമ്മമാര് ഈ ധ്യാനത്തിലേക്ക് വന്ന് അവരുടെ ജീവിതം സ്വർഗമായി ആക്കട്ടെ അല്ലെ? ഭഗവാനെ സമസ്തത്തെ അറിയട്ടെ. എല്ലാവർക്കും ഈ ഒരു ധ്യാനത്തിൽ ഇരിക്കാൻ തോന്നട്ടെ. അങ്ങനെ ഒരു
അത് എനിക്ക് പറഞ്ഞറിയിക്കാൻ സാധിക്കും. ആദ്യമൊക്കെ അമ്മ ഈ പിന്നെ വേറെയാണ് ഭഗവാൻ എന്നുള്ള രീതിയിലാണ് അമ്മ കണ്ടിരുന്നത്. ഞാൻ വേറെ ഭഗവാൻ വേറെ എന്നുള്ള ഇപ്പൊ സ്ഥിതി. എല്ലാവരിലും കാണാൻ തുടങ്ങി. അതാണ് ആ ഉള്ളിൽ തന്നെയാണ് എന്നുള്ള തിരിച്ചറിവ് അമ്മയ്ക്ക് വന്നത്. അതായത് അമ്മയുടെ ഉള്ളിൽ അമ്മ ഭഗവാനെ ധ്യാനത്തിലൂടെ ദർശിച്ചപ്പോ സ്പർശിച്ചപ്പോ എല്ലാവരുടെ ഉള്ളിലും അതേ ഭഗവാന്റെ ചൈതന്യം ഉണ്ടെന്ന് അമ്മ മനസ്സിലായി. ഇത് തന്നെ ജന്മസാഫല്യം. താങ്ക് യു അമ്മ, താങ്ക് യു സോ മച്ച്. പല പല കാര്യങ്ങളും എനിക്ക് ഓർമ്മയില്ലേ പറയാൻ. അന്നൊക്കെ വിചാരിക്കും സീമ വന്നത് എല്ലാം പറയണമെന്ന്. എനിക്ക് ഇനി ഇതിലധികം ഒരനുഭവം വേറെ വരാനില്ല, വരാനില്ല. മതിയല്ലോ, ഇത് പോരെ അമ്മേ. ഞാൻ അത്രയും ഭഗവാനെ അങ്ങ് സ്നേഹിക്കണം, ഭഗവാനെ എന്നെ നോക്കണം, ഞാൻ ഭഗവാന്റെ ഇഷ്ടത്തിന് ഇരിക്കണം. യെസ് യെസ്. അങ്ങനെ ഇത് ഭഗവാന്റെ കൃപയാണ്. അമ്മയുടെ അടുത്ത് എന്നെ ഉഷാമ്മയ്ക്ക് എത്തിക്കാൻ സാധിച്ചു. VMCക്കും അതെ ഭഗവാന്റെ കൃപയുണ്ട്. അതുകൊണ്ട് അമ്മയുടെ അടുത്ത് ഇതൊക്കെ കേൾക്കാൻ എനിക്ക് പറ്റി. എല്ലാവർക്കും വിളിച്ചു പറയുന്നുണ്ട്. അത് കേട്ട് ഞാൻ ഇത് കേട്ടോളൂ പറഞ്ഞു ഉഷാൻ. അപ്പൊ ഞാൻ അത് കേട്ട് പിറ്റേ ദിവസം വാവ്, വെരി ഗുഡ് അമ്മ. അമ്മയെ കണ്ടിട്ട് ഒരുപാട് അമ്മമാര് എല്ലാവരും ഈ ധ്യാനം ചെയ്ത് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ജീവിക്കട്ടെ. അതെ, ധ്യാനത്തിൽ കൂടെ ഭഗവാനെ അറിയാൻ പറ്റും. യെസ്. മറ്റൊന്നിനും പറ്റിയില്ല. ഇല്ല. ഞാൻ എത്ര കാലമായി ഭഗവാനെ ഇങ്ങനെ തൊഴാൻ പോകുമ്പോ അവിടെ കണ്ടില്ലെങ്കിൽ വിഷമം എനിക്ക്. എന്നിട്ട് അങ്ങനെ വിഷമിച്ച് പോരും. പിറ്റേ ദിവസം ഞാൻ തൊഴാൻ പോകും. അപ്പൊ ഇങ്ങനെ നോക്കും. അങ്ങനെ തോന്നിത്തുടങ്ങിയിട്ട് എനിക്ക്. അത് ശരി. ഇവിടെ വന്നതിന്റെ ശേഷം കുറേ കൂടി അധികം ആയി. ഓക്കെ. ഇപ്പൊ പിന്നെ അങ്ങനെ ഇങ്ങനെ നടക്കണം. ഭഗവാൻ ഇവിടെ ഒക്കെ ഉണ്ട്. അതെ, ഇപ്പൊ വെറും കാണാനല്ല, ഇപ്പൊ അനുഭവത്തിൽ വന്നു, ധ്യാനത്തിൽ വന്നപ്പോ. ഇത് തന്നെയാണ് എല്ലാവർക്കും വേണ്ടത്. ഈ അനുഭവം എല്ലാവർക്കും കിട്ടട്ടെ അല്ലേ അമ്മേ? എല്ലാവർക്കും കിട്ടട്ടെ ഈ ഒരു അനുഭവം. താങ്ക് യു അമ്മ. ഇരുന്ന് കൊടുത്താ മതി, വേറെ ഒരു ചെലവും ഇല്ല നമുക്ക് അല്ലേ? താങ്ക് യു അമ്മ, ലവ് യു. നമുക്ക് വേണമെങ്കിൽ വേദനയൊക്കെ അനുഭവിക്കേണ്ടി വരും. അതെ, അതായത് ഇരിക്കുമ്പോ സഹനത്തോടു കൂടി ഇരിക്കണം. അപ്പൊ മാത്രമാണ് ഭഗവാന്റെ ദർശനം കിട്ടൂ. ഒരു പ്രാവശ്യം ഉണ്ടായി ഭയങ്കര വേദന. എനിക്ക് എന്താ വേണ്ടെന്ന് വെച്ചില്ലാതെ ഭഗവാനെ ഞാൻ നീട്ട് പോണ്ടില്ല ഭഗവാനെ എന്ന് ഞാൻ പറഞ്ഞു. ഇല്ല കേട്ടോ, ഞാൻ നീക്കില്ല. അയ്യോ, ഞാൻ പാട്ട് ഇരിക്കും. ഞാൻ എന്നെ എന്ത് ചെയ്താലും ഞാൻ ഇവിടെ നീക്കില്ല എന്ന് പറഞ്ഞ കാലൊക്കെ ഇങ്ങനെ ഇളക്കൊക്കെ തീഞ്ഞ ഇളക്കിക്കോളൂ, അതൊന്നും പ്രശ്നമില്ലല്ലോ. അപ്പൊ ഈ കൊളത്തി വരിക്കണ മാരിയൊക്കെ ഇങ്ങോട്ട് കാല് മുഴുവൻ ഇങ്ങോട്ട് ഒന്നായിട്ട് ഒപ്പം ശരി ചെയ്യാൻ തുടങ്ങും. ഭഗവാനെ എനിക്ക് ഇത്ര വേദന എനിക്ക് വയ്യ. പിന്നെ ഒരു കാലിൽ താത്തി കഴിയട്ടെ എന്നിട്ടാ പറയും. അപ്പൊ ഭഗവാൻ പറഞ്ഞതാണ് കൂട്ടാക്കി. എനിക്കതിന് എന്താന്ന് വെച്ചാൽ സന്തോഷം, ആത്മാനന്ദം. അതെ അതെ അതെ, എന്തൊക്കെയോ. താങ്ക് യു അമ്മ. എല്ലാവരിലേക്കും ഈ വീഡിയോ എത്തട്ടെ, എല്ലാവരും ഈ അനുഭവം സ്വായത്തമാക്കട്ടെ. എല്ലാവരും ധ്യാനിച്ച് ഇരിക്കണം എന്നാ ഭഗവാനെ കാണാൻ പറ്റും. വെരി ഗുഡ്, താങ്ക് യു. വളരെ ഒരു സംശയമില്ല, ഒരു സംശയവും ഇല്ല. ഓ, അനുഭവമാണത്, അനുഭവ സാക്ഷ്യം. താങ്ക് യു അമ്മ.